Hello everyone, this is Shweta. My name is Inder and welcome to our Channel. time for next scene from movie Samrajyam. Let's watch it. Take Hey, he's looking so good, yaar. എന്റെ കുട്ടിയുടെ കാല് നീ വെട്ടിയല്ലേ? ഒരു കാലല്ലേ വെട്ടുള്ളൂ, പറ്റേക്കാലല്ലേ? അയ്യോ कभी पैर टूटेगा वो എന്താണോ ഇത്? ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ കിടക്കുകയാണ് വിഹാരരംഗമാണ്. ആഹാ എന്നല്ലേ അവിടെ നമ്മുടെ പോലീസും കസ്റ്റംസും നോക്കി നിൽക്കുമ്പോ അവനവന്റെ താഴെ പോയില്ലേ? അവനും ജനങ്ങൾക്കും മതങ്ങൾക്കും ഹീറോ. ഇതാണോ താനവിടെ ബോംബെ ചെയ്തു എന്ന് പറയുന്ന വീരസാഹസികൾ? പോലീസ് അവരെ ഫോളോ ചെയ്തതാണ്. എന്നിട്ട് എന്തായി? അഞ്ചു പോയ അണ്ണാനെ പോലെ അവർക്ക് അനുസരിച്ചു വന്നു. അതെ, കാരണം കള്ളക്കടത്തുകാരന് അവന്റെ ജീവനും കയ്യിലിരിക്കുന്ന പെട്ടിയും മാത്രമാണ് പ്രധാനം. പക്ഷേ പിന്നിൽ അവനെ പിടിക്കാൻ പറയുന്ന ജാമ്പവാന്റെ നേരം പഴക്കമുള്ള പോലീസ് ജീപ്പിന്റെ മുമ്പിലെടുത്ത് ചാടി വീണാൽ, അവനെ ഒന്ന് ഇടിച്ചാൽ ഇതേ പത്രത്തിൽ ഇതുപോലെ അടിച്ചു വരും. നഗരത്തിൽ പോലീസുകാരുടെ അഴിഞ്ഞാട്ടമാണ്. അപ്പോഴും നിങ്ങളെന്നെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ഇതേ വികാരത്തോടെ ഇതേ ഭാഷയിൽ തന്നെയായി. അത് താക്കിയിടുന്ന പോലീസുകാരുടെ തലയിൽ. പക്ഷേ ഈ ബാലകൃഷ്ണൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാനിന്റെയും അടിവേര് വരെ പിഴുതെറിഞ്ഞിരിക്കും. ക്രിമിനൽ കേസിലും റോഡ് ആക്സിഡന്റിൽ പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടാൻ അറിയില്ലേ? അയാൾ അതിന്
അതിന് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ അറിയാം. പറയടാ, ആരാ നിന്റെ കാല് കൊടുത്തത്? ആർക്ക് വേണ്ടിയാ നീ ചെയ്തത്? പറയടാ. ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? പറയുന്നതാണ് നിനക്ക് നല്ലത്. ആ സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? എനിക്കറിയില്ല. നിയമപരമായിട്ട് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. ജെയിംസ് എയർപോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആളെന്നറിയാൻ ആദ്യം കേസ് വരുന്ന ഹോസ്പിറ്റൽ നേരെയായിരിക്കും. ക്രിമിനൽ കേസ് പെട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. ഹോസ്പിറ്റൽ നമ്മളെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ജെയിംസിന്റെ മരണം ഉൾപ്പെടെ എല്ലാ സംഭവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോ എങ്ങനെ റിയാക്ട് ചെയ്താലും അതെല്ലാം നമുക്കെതിരായിട്ടുള്ള തെളിവുകളായിട്ട് മാറും. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ വി ഫോർഗെറ്റ് ദാറ്റ്. പണം നഷ്ടപ്പെട്ടോട്ടെ, ഈ കാണുന്ന എല്ലാം പോയിക്കോട്ടെ, അറിയില്ല. പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നു. Okay. BGM is very good, yaar. Slowly. Okay. There is a backstory. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് അയാളെ കൊല്ലാവിട്ടത്? വെറുതെ. വെറുതെയോ? എല്ലാം പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് കാറടി ബോംബ് വെച്ചിട്ട് കൊല്ലപ്പെട്ടെന്നോ? എനിക്കിന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണ്ട. വേണ്ട. പക്ഷെ നാളെ കമ്പനി വേണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരം വെളുക്കണ്ട. അതുമുമ്പ് എത്തും. പോലീസിനോട് IG വരട്ടെ. बेड पे देखना कितना मस्त लग रहा है. फास्ट स्टोरी.
ഒന്ന് വരുന്നത്. ജെയിംസ് സർ. Sir, what do you want? Sorry for the disturbance. If you feel sorry, then why you disturb us? I am doing my duty, Mr. Alexander. Sir, ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയാലും ഒരു കള്ളക്കടത്ത് സാധനമോ ഒരു കള്ളക്കണക്കോ കിട്ടാൻ പോകുന്നു. ഈ പാവങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അവരെന്ത് ഉപദ്രവിച്ചാലും കൊന്നാൽ പോലും അവരൊന്നും പറയില്ല. അത് സാറ് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. ഇറ്റ്സ് ഓൺലി റിക്വസ്റ്റ്. Please don't interfere when we are doing our duty. Then you do your duty. What is the story? Backstory. I'm interested now. അല്ല ലക്ഷ്മി, ഇനിയാണെങ്കിൽ തന്നെ അവനൊന്നും എന്റെ ഭിന്നമല്ല. അലക്സാണ്ടറാണ്. രാധമായി ബന്ധം പാടില്ല. നീ അവിടെ പോകാനോ അവനെ കാണാനോ പാടില്ല. That will affect my reputation. അപ്പൊ എന്നെക്കാളും എന്റെ ദുഃഖത്തെക്കാളും എന്റെ കണ്ണീരെക്കാളും വലുതാണ് ബാലേട്ടന്റെ റെപ്യൂട്ടേഷൻ. അതെ, നിന്റെ ഈ അലക്സാണ്ടറെ പിടിക്കാനാണ്, അവനെയും അവന്റെ സാമ്രാജ്യത്തെയും തകർക്കാനാണ് ഗവൺമെന്റിനെ ഇങ്ങോട്ടായി. നാളെ അവൻ എന്റെ ഭാര്യയുടെ സീമന്തപുത്രനാണെന്ന് അറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് എന്റെ മേലുള്ള വിശ്വാസമായി. उसका बेटा है उसकी वाइफ का वो. ഞാൻ എന്നോ നേടിയ മര്യാദയും പദവിയും എല്ലാം മാത്രമല്ല നമ്മുടെ മകളുടെ ഭാവി അതെല്ലാം കളന്ന് ഒഴിച്ചിട്ട് എനിക്ക് അലക്സാണ്ടർ വേണം. നിന്നെ അവന്റെ അടുത്താക്കിയിട്ട് മോളെയും കുട്ടി പൊയ്ക്കോ. കാരണം അവൾക്ക് അങ്ങനെ ഒരു ബ്രദർ ഉണ്ടാകാൻ പാടില്ല. അവളുടെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു പുത്രനുണ്ടായതായി ഈ ലോകം അറിയാൻ പാടില്ല. നാമായിട്ട് അവളുടെ ഭാവി നശിപ്പിച്ചുകൂടെ. ഞാൻ അവളെ കൊണ്ട് പൊയ്ക്കോ. After all, only one thanks. അച്ഛൻ നല്ല പണിയെ കാണിച്ചത്. കാറും വെയിറ്റ് ചെയ്ത് എത്ര നേരം വഴിയിൽ നിൽക്കുക. ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നുപോയി മോളെ. ഓ, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലായില്ല. മിസ്റ്റർ അനിൽ എന്റെ ക്ലാസ്മേറ്റാ. ഇങ്ങനെയുള്ള കൺവരൻസ് കൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തി. താങ്ക് യു അനിൽ. ഹലോ. अरे यार man, this is good Man, yaar. this But वगैरह मूवी ना अभी ट्विस्ट हो गया. the second scene we are watching and we got a twist that unka beta hai. Yes, उसकी वाइफ का बेटा है आईजी की वाइफ का. Absolutely. What nice. लेकिन कैसे ना जाके उसका पैर तोड़ा. पैर तोड़ा अब एकदम प्रॉपर. मतलब वही कि क्या मतलब होता ना ऐसे कर दिया तो फिर बनता है. But now the things is like उनकी बेटी को नहीं पता that she has a brother. But the thing is, बेटी is living with the guy who is उसका कृष्णा उसका son है वो, तो वो भी है. वो एक connection है. Okay, let's see what's going to happen next. Meanwhile, take care. Bye bye.